അല്ല അപ്പൊ അപ്പം മറ്റേ ഈ കോടീശ്വരനാന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിച്ചേരത്തുള്ളൂ. അതിനെന്നെ കുഴപ്പം നോക്കിയാ നീ പറഞ്ഞ സെറ്റപ്പ് എല്ലാം നീ ചെയ്തേക്കുവാ. ഏതോ നാടകക്കാരുടെ എടുത്തോണ്ട് വന്നാ നോക്ക്, എല്ലാം ഉണ്ട്. ഇതെനിക്ക് ചൊറിഞ്ഞിട്ട് പോയി എല്ലാം ഞാൻ ഈ വെപ്പുമുടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. നീ ഒന്ന് ആക്കിയത് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇത് ഇളകി പോയാൽ കഷണ്ടി കാണും, കല്യാണം പോണെങ്കിൽ എന്നോട് പറയും. ഇളകി പോകാൻ അപ്പന്റെ ജോലിയാണ്. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. അപ്പൻ ഈ ക്രിസ്റ്റീനയുടെ അപ്പം വരുന്നവരെ അപ്പന്റെ ലോക്കൽ സ്വഭാവം ഇവിടെ എടുക്കരുത്. കണ്ടോ, ഇപ്പൊ അപ്പൻ ലോക്കലായി. അവന്റെ ഒരു ആവശ്യത്തിന് ഞാനേ ഉള്ളായിരുന്നു, അപ്പൊ ഞാൻ ലോക്കലി. അല്ലെങ്കിലും അങ്ങനെയാടാ, ഒരു പരിധി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ സ്വന്തം അച്ഛനും അമ്മയൊക്കെ പല മക്കൾക്കും ഒക്കെ ലോക്കലായിട്ടൊക്കെ തോന്നും. അങ്ങനെ ആവരുത്. അതൊക്കെ അറിയാവോ? പണ്ട് താനൂര് ചക്ക തിന്നാൻ പോയപ്പോൾ താനൂരുകാര് പറഞ്ഞു തമ്മാനൂരാ ചക്കയത്. അങ്ങനെ തമ്മാനൂര് ചക്ക ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു മാവിലാ ചക്കയെന്ന്. നേരെ മാവിലായി ചെന്നപ്പോ അവര് കാരണവന്മാര് പറയാ ഞങ്ങൾ ഇവിടുത്തുകാരല്ലേ. ചക്കയാണ് ഇവിടുത്തെ വിഷയം. അല്ല നിന്റെ അപ്പനെ തേങ്ങ അഭിഷേകം നീ എന്നെ കൂടെ പറയിച്ചല്ലോ ഈ ആവശ്യമില്ലാത്ത. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വരുന്ന ക്രിസ്റ്റീനയുടെ പപ്പ എന്ന് പറഞ്ഞൊരു റെപ്യൂട്ടഡ് ഫാമിലിയിലെ മെമ്പറാണ്. അങ്ങനെയാണ് ഇപ്പൊ സീസണാ, നല്ല പൈസയും കൊണ്ട്. എന്നാത്തിന് ഈ റംബൂട്ടാന്റെ ഫാമിലിയിലാന്ന് ഫാമിലി നല്ല വന്നാ ഞാൻ പറഞ്ഞത് റെപ്യൂട്ടഡ് ഫാമിലി. അതായത് ഒരുപാട് പേരും പ്രശസ്തി ഉണ്ടെന്ന്. അത് ശരി. അപ്പൊ ഈ ചാണാക്കുഴി തറവാട്ടുകാർ മോശമെന്നാ ഇവൻ പറഞ്ഞു വരുന്നത്. തറവാട്ടുകാർ ഇന്നേ വരെ നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പനപ്പന്മാരായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത പേരാ. എന്ത് പേര് നിങ്ങൾക്കറിയാവോ? എല്ലാ ദിവസവും ചെണ്ട കൊട്ടിക്കൊണ്ട് വീട്ടുമുറ്റത്ത് ആള് വരുന്ന തറവാടായിരുന്നു ഞങ്ങളുടെ ചാണാക്കുഴി തറ. അത് ജപ്തിയാന്നും കൂടി പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ആണെന്തുവാ കാക്കയ്ക്കും പരിത്തിനും കൊടുക്കാതെ ഇപ്പോഴും ആ 1.5 സെന്റും ആ വീടും എന്റെ കയ്യിലിരിക്കും. ആ സംഭവം എന്താ, ബാങ്കുകാർക്ക് ഇച്ചിരി നാണോ മാനോ ഉള്ളതുകൊണ്ട് അവരവിടെ ഇട്ടിട്ട് പോയി. എല്ലാ ദിവസവും ചെണ്ട കൊട്ടി വന്ന് അവർക്ക് നാണായി അത് ജപ്തി ചെയ്തോണ്ട് പോകാൻ വേണ്ടി. ഞാൻ എന്തിനാ അത് കാത്തുസൂക്ഷിച്ച? നിനക്കും നീ കല്യാണം കഴിഞ്ഞ പെങ്കൊച്ചിനും തരാൻ വേണ്ടിയാണ് ഞാനത് ഒന്നും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമില്ലപ്പാ. അതിന്റെ ആവശ്യമില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണെ അതുപോലത്തെ പുളിങ്കൊമ്പിലെ ഞാൻ കയറി പിടിച്ചേക്കുന്നത്. അത് അപ്പനറിയാമോ? അവളെ കുറേശ്ശെ നേഴ്സാ. നിനക്ക് ഇതല്ല, നിന്റെ അപ്പുറം നിനക്ക് പറഞ്ഞു. നിനക്ക് എടാ തന്റെ തള്ളേൻ പറയുന്ന അനുസരിച്ചില്ല ഇതൊക്കെ വരുന്നത്. ആ ലോറൻസിന്റെ പെങ്കൊച്ചിനെ ഞാൻ ആലോചിച്ചു. ഞാൻ ആ കൊച്ചു നേഴ്സാ, ആ കൊച്ചു കൂടുതൽ നേഴ്സാ. എവനെങ്ങാണ്ട് കുറേശ്ശെ നേഴ്സിനെ കൊണ്ട് അല്ല ഈ കുറേശ്ശെ നേഴ്സ് എന്ന് പറയാ. കുറേശ്ശെ നേഴ്സ് അല്ല, കുറേശ്ശെ എന്നുള്ള രാജ്യം കേട്ടിട്ടുണ്ടോ? ആ വഴിയില്ല. ആ പിന്നത് എന്താ കാര്യം? വലിയ രാജ്യമാ. അവൻ പറഞ്ഞു കേട്ടോ വഴിയില്ല. പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന ലൈഫിന്റെ പെരയ്ക്ക് 3 ലിങ്സ് വഴിയുണ്ട്. അതുപോലും ഇവൻ പറഞ്ഞു ഈ വലിയ രാജ്യത്തിന് വഴിയില്ല. ഒരു ബൈക്കിന് ഇറക്കാൻ പറ്റാ നീ ഇറങ്ങോടാ. എന്റെ അപ്പം വിദ്യാഭ്യാസത്തിൽ പറഞ്ഞ അനാവശ്യം പറയില്ല. അവള് കുറേശ്ശെ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ നേഴ്സ്. അപ്പനത് കേൾക്കാൻ വഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാൻ വഴിയില്ല. 5-6 ലക്ഷം രൂപ സാലറി ഉണ്ട്. ഞാൻ ഈ ക്രിസ്റ്റീനെ തന്നെ പ്രേമിക്കാനുള്ള കാരണം തന്നെ നിനക്ക് ജോലിക്കും മേലേക്കും പോകാതെ കള്ളച്ചോറുണ്ട് ഇങ്ങനെ നടക്കണേ. എന്നെ ഇത്രയും കാലിട്ട് ബുദ്ധിമുട്ടിച്ചപ്പോ അതുകൊണ്ടൊന്നും അല്ല. അപ്പൊ ഞങ്ങൾ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ പേരെ പുറകെ എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുന്നത് എന്തിനാണ്? ആർക്കുള്ളതാണ് അത് ഉണ്ടാക്കിയിട്ടേക്കുന്നത്? ആക്രി വിട്ടാ ചേമ്പ് കിട്ടും. ചേമ്പറത്ത് ഇന്നടാ അതിന്റെ ചോർച്ചലല്ല ഈ തന്ത വേട്ടം കെട്ടിക്കൊണ്ടുവരും. പിന്നെ ക്രിസ്റ്റീനയുടെ പപ്പ വരുമ്പോ നമ്മൾ കോടീശ്വരന്മാരായിട്ട് വേണം നിൽക്കാൻ. അത് ഞാൻ സെറ്റ് ചെയ്തോളാം. ആദ്യം തന്നെ അപ്പന്റെ പേര് മാറ്റണം. അങ്ങനെ ഉണ്ട്. ഏതോ കാശിയാരനെ കണ്ടപ്പോ സ്വന്തം തന്തയുടെ പേര് മാറ്റി പറയുക. ഇവനെയൊക്കെ എന്തോ ചെയ്യാലോ. ചാണാക്കുഴി കോരാന്ന് പറഞ്ഞാൽ തന്നെ അവര് ലോക്കൽ സെറ്റപ്പ്. ഒരു കാര്യം ചെയ്യ്, എന്റെ അപ്പന്റെ പേരിട്. ചാണാക്കുഴി കിട്ടി. ഈ ചാണാക്കുഴിന്ന് കിട്ടിയ കേസൊക്കെ ഇവിടെ ഒന്ന് പറയേണ്ടത്. ചാണാക്കുഴിന്ന് കിട്ടിയതാണോ? ചാണാക്കുഴി കിട്ടി. ഞാൻ കിട്ടുന്ന പേര് വെച്ചിട്ടുണ്ട്. എന്നാ പേര്? ഗബ്രിയേൽ മാർട്ടിൻ ജോസഫ്. എങ്ങനെയുണ്ട്? ആ ഞാനല്ലേ. നീ ഒരു കാര്യം ചെയ്യ, ഈ കൈയുടെ വെള്ളയിലോട്ട് എഴുതിയിട്. അതിന്റെ കൈയുടെ വെള്ളമായിട്ട് എഴുതുന്നത്? എടാ 4ാം ക്ലാസ്സുകാരുടെ ബുദ്ധിയാ കേട്ടോ. നിന്റെ പഴയ ബുദ്ധിയല്ലേ അങ്ങ് അറ്റത്തെ ബുദ്ധിയായത്. അതിൽ വരുമ്പോ കയ്യാൻ നോക്കി അങ്ങ് പറയും നൂട്ടിൽ നോക്കി തലയ്ക്ക് വെളിവില്ലൊക്കെ പറഞ്ഞിട്ട് കാര്യം. എഴുതിയിട്. മലയാളത്തിൽ എഴുതണം, ഇംഗ്ലീഷിൽ എഴുതണം? ഇനി ഇംഗ്ലീഷ് എഴുതും, മലയാളത്തിൽ എഴുതറാ. എനിക്ക് അങ്ങനെ എന്തോ പോലെ. ഗബ്രിയേൽ മാർട്ടിൻ ജോസഫ്. ഓക്കെ 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 ഓക്കെ. അത് ഞാൻ പിടിച്ചോ. അമ്മയുടെ ജോലി എന്നാ ചോദിക്കുമ്പോ എന്നാ പറയണേ? എന്തോ പറയാൻ പറ്റൂ ഇപ്പൊ? കോളേജ് പ്രൊഫസറാന്ന് പറ. അവളോ? കൊള്ളാം, വിശ്വസിക്കുകയും ചെയ്യും. രാവിലെ പത്രം വായിക്കാനായിട്ട് ഞാൻ എടുത്ത് വെക്കുമ്പോഴേ അതിനകത്ത് അക്ഷരം കാണുമ്പോ ചോനരുമ്പ് പത്രത്തിൽ കയറിയാന്ന് പറഞ്ഞ് തട്ടിക്കളയുന്ന അവള് പ്രൊഫസറാണ്. മൊത്തത്തിലൊരു സെറ്റപ്പില്ലായ്മ. എന്തോ ചെയ്യണം? ഞാൻ എന്തോ പറയണം? ഞാൻ ഹൗസ് വൈഫ് ആന്ന് പറഞ്ഞാൽ മതി. എന്തോന്നാ ഹൗസ് വൈഫ് എന്ന് വെച്ചാ വീട്ടു ജോലി പരിപാടി. അത് ഞാൻ പറയാം. നീ അതുകൂടെ അങ്ങ് എഴുതിയിടേ. ഇനിയിപ്പോ ഞാനത് നോക്കി ചോദിച്ചാലേടാ. ഹൗസ് വൈഫ്. ഇത് 4ാം ക്ലാസ് എന്റെ ബുദ്ധിയാ. കയ്യാൽ എഴുതിയിടാ. പുള്ളി വരുമ്പോ എത്രയോ പ്രാവശ്യം എത്ര എടുക്കും.